എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം? അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. +1 അലോട്ട്മെൻറ്റും റിസൾട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എക്സാം പിന്നെ ടൈം ടേബിൾ എന്താ നിങ്ങൾക്ക് എന്നിങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖല അറിയിപ്പുകളൊക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ നാളെ ആരംഭിക്കും. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. hscap എന്ന 5 അക്ഷരം വഴിയാണ്. 5 അക്ഷരം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് hscapൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾ ഡയറക്റ്റായി കയറാൻ സാധിക്കും. ആ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അപേക്ഷ hscap എന്ന സൈറ്റിൽ hscapൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് ആണ് സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. നാളെ ഉച്ചയ്ക്ക് 2 PM അപേക്ഷ തുടങ്ങുക. 2 മണിക്കാണ് അപേക്ഷ തുടങ്ങുന്നത് വിദ്യാർത്ഥി. അപ്പം ആ 2 മണിയാകുമ്പോൾ ആ ലിങ്ക് അവിടെ വരും. നിങ്ങൾക്ക് അവിടെ എന്തെന്ന് വേക്കൻസി ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് അപേക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണും. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുണ്ട് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ലോഗിൻ ചെയ്ത് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഒന്നുകൂടെ പറയാം, hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscapൻ്റെ ഈ 5 അക്ഷരം നിങ്ങൾ ഓർത്തിരുന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി ഈ 5 അക്ഷരം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ hscapൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് അത് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. എന്നിട്ട് ആ പ്രൊഫൈൽ പേജ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യം. ഇപ്പോൾ ആ ലിങ്കൊന്നും അവിടെ ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ലിങ്ക് അവിടെ വരിക. അപ്പോൾ ആ ലിങ്ക് അവിടെ വരും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ 1 by 1 ആയിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, 3 നിങ്ങൾ ഓപ്ഷൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നൽകിയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപേക്ഷ നൽകാൻ സാധിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കുക. അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളായ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഫസ്റ്റ് സെക്കൻഡ്, അതായത് ഈ 5 അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല? ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതാണ് വാസ്തവം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നീ കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി
നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അതായത് ഈ നാളെ വരാൻ പോകുന്ന സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ സ്പോർട്സ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അൺഎയ്ഡഡ് കോട്ടകളിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് വിശദമായ ഡീറ്റെയിൽസ് പറയാൻ പറ്റൂ. ഇനി അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും നമ്മൾ അലോട്ട്മെൻറ്റിനായാലും നമുക്ക് ജോലിക്കായാലും എന്ത് കാര്യത്തിനായാലും നമുക്ക് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അലോട്ട്മെൻറ്റിന് നമുക്ക് അപേക്ഷിക്കാം. പക്ഷേ അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ, അപേക്ഷിച്ചാൽ എന്ത് വേണോ, വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് കേരളത്തിൽ 35,000-ഓളം വേക്കൻസികൾ നിലവിലുണ്ടായിരുന്നു. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് 35,000-ഓളം വേക്കൻസികൾ കേരളത്തിലെ 14 ജില്ലകളിലും കൂടെ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയിലേക്ക് 12,700-ഓളം അപേക്ഷകൾ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വന്നത്. 12,700-ഓളം അപേക്ഷകൾ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നത്. അതിലെന്ത് ചെയ്തു, 12,700 ചെറുതാക്കി എഴുതാം, 12,700 അപേക്ഷകൾ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നത്. ഇതിൽ 666 അപേക്ഷകൾ എന്ത് ചെയ്തു, അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതിനാലും പിന്നെ പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷനുകൾ നൽകാത്തത് കാരണവും 666 വിദ്യാർത്ഥികളെ എന്ത് ചെയ്തു, പട്ടികയിൽ നിന്ന് വീണ്ടും പുറത്ത് ചെയ്തു, അവരെ റദ്ദ് ചെയ്തു. ബാക്കിയുള്ള 12,047 അപേക്ഷകൾ, ബാക്കിയുള്ള 12,700-ഓളം അപേക്ഷകൾ വന്നതിൽ 666 അപേക്ഷകളെ റദ്ദ് ചെയ്തു. ബാക്കിയുള്ള 12,047 അപേക്ഷകൾ മാത്രമാണ് എന്ത് ചെയ്തത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിച്ചത് വരെയുള്ളൂ. ഈ 12,047 വിദ്യാർത്ഥികളെ മാത്രമേ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഈ 12,047 വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. കുറേ പേരൊക്കെ വീണ്ടും പട്ടികയ്ക്ക് പുറത്തായിട്ടുണ്ടാവും 12,047 പരിഗണിച്ചതിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, 23,000-ഓളം സീറ്റുകൾ. ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ HSCAPൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്ന കണക്കാണ് ഇതെല്ലാം. 23 HSCAPൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് വന്ന കണക്കുകൾ പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണവും പുറത്താക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണവും പരിഗണിച്ച വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ HSCAPൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് നോക്കിയാലും കേരളത്തിൽ 14 ജില്ലകളിലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, 23,000-ഓളം വേക്കൻസി പൊയിഞ്ഞ് കിടക്കുന്നുണ്ട്. അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യം ഉണ്ടെന്നൊരു 95% നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം 23,000-ഓളം വേക്കൻസികൾ ഇപ്പോഴും കേരളത്തിൽ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സ്റ്റാറ്റി പോലെയുള്ള മറ്റ് കമ്പ്യൂട്ടർ പോലെയുള്ള മറ്റ് കോഴ്സുകളിലേക്കായാലും ഒക്കെ എന്ത് ചെയ്യുകയാണ്, 23,000 വേക്കൻസികൾ ഹയർ സെക്കൻഡറി HSൽ 23,000-ഓളം വേക്കൻസികൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്നുള്ളതിന് 95% ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും ലഭിക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വീഡിയോ ഇട്ടതിനും അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നാളെ അപേക്ഷ വന്നതിന് ശേഷം അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.